ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കാനഡയിൽ 24 മണിക്കൂർ പ്രതിവാര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാമിനായുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ ഞായറാഴ്ച അറിയിച്ചിരുന്നു. കൂടാതെ പഠന സ്ഥാപനങ്ങൾ മാറുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പുതിയ പഠന അനുമതിക്കായി അപേക്ഷിക്കുകയും അംഗീകാരം നേടുകയും വേണം. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം, നൈജീരിയ സ്റ്റുഡന്റ് എക്സ്പ്രസ് തുടങ്ങിയ പ്രോഗ്രാമുകൾ കാനഡ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. 6 വർഷത്തിനിടയിൽ SDS-ൽ നിന്നും കാര്യമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ സാധാരണ അപേക്ഷ പ്രക്രിയയെ പിന്തുടരുന്നുണ്ട്. വഞ്ചന തടയൽ, ചൂഷണത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംരക്ഷണം, സാമ്പത്തിക പരാധീനതകൾ എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ വർഷമായി ഇമിഗ്രേഷൻ, റിഫ്യൂജീസ് ആൻഡ് സ്റ്റഡീഷിപ്പിൽ കാനഡ വിദ്യാർത്ഥികൾക്കായി നിരവധി പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്.